ഈ കോൺഫറൻസിൻ്റെ സമാപന രാത്രി ദൈവപാദപീഠത്തിൻ്റെ തിരുവെഴുത്തുകൾക്കായി കാതോർക്കുവാൻ അനുഗ്രഹീതമായൊരു സന്ദർഭം കർത്താവ് ദാനമായി നൽകിയത് ഓർത്തിന് ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് അധ്യക്ഷപദം അനുകരിക്കുന്ന ബഹുമാന്യായ കർത്തദാസൻ പാസ്റ്റർ PC ജേക്കബ് അവർ ഈ ശുശ്രൂഷയുടെ പുറകിൽ ത്യാഗപൂർവ്വം അധ്വാനിക്കുന്ന അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവർ വിവിധ നിലകളിൽ ഈ പ്രവർത്തനത്തിൻ്റെ വിജയത്തിന് വേണ്ടി കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ കർത്താവിന് വേണ്ടി ഈ പട്ടണങ്ങളിൽ നിലകൊണ്ട അനുഗ്രഹീതരായ കർത്തദാസന്മാർ, വേദിയിലും വേദിയിലായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവഭക്തന്മാർ, വിശേഷിച്ച് ബഹുമാന്യനായ പാസ്റ്റർ വിക്ടർ ജോർജ് ഈ ആത്മീയ ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിക്കുകയും നിരന്തരം അദ്ദേഹം എന്നോട് ടെലഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തു. ഈ പ്രവർത്തനങ്ങൾ അഭംഗുരമായി തുടരുവാൻ മഹാദൈവം ധാരാളം കൃപകൾ ഇതിൻ്റെ പുറകിലും വർഷിപ്പിക്കട്ടെ, പ്രവർത്തനത്തിൽ അനുഗ്രഹങ്ങൾ പകരട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ എൻ്റെ വാത്സല്യ സഹോദരൻ പ്രിയ ബിനുവിനോടൊപ്പം ഈ ദിവസങ്ങളിലായിരിക്കാൻ ലഭ്യമായ അവസരം സന്തോഷകരമായി കരുതുന്നു. കർത്താവിൻ്റെ ദാസൻ പ്രിയ ഡോക്ടർ മാത്യു അദ്ദേഹത്തിലൂടെ അനുഗ്രഹീതമായ സന്ദേശം കഴിഞ്ഞ സന്ദർഭങ്ങളിൽ കേൾക്കുവാനും ഒരുമിച്ച് സൗഹൃദ ബന്ധം പുലർത്തുവാനും ലഭ്യമായ അവസരം ഭാഗ്യപദവിയായി കരുതുന്നു. എൻ്റെ 13ാമത്തെ വയസ്സിൽ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ കർത്താവായി ഏറ്റുവാങ്ങുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. എൻ്റെ 16ാമത്തെ വയസ്സിൽ വിശ്വാസ സ്നാനം സ്വീകരിച്ച് മാർത്തോമ പശ്ചാത്തലത്തിൽ നിന്നും മാർത്തോമ സഭയുടെ പശ്ചാത്തലത്തിൽ നിന്നും ആത്മീയ സത്യങ്ങൾക്കായി ഭവനത്തിൽ ആദ്യമായി ചുവടുവയ്ക്കുവാൻ കർത്താവ് അവസരം നൽകി. എൻ്റെ 19ാമത്തെ വയസ്സിൽ കുമ്പനാട് ഹെബ്രോൻ ബൈബിൾ കോളേജിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പാനായി കടന്നു വന്നു. അടിസ്ഥാന വേദോപദേശങ്ങളിൽ എൻ്റെ മനസ്സ് വയ്ക്കുവാൻ എന്നെ സഹായിച്ച മാർഗദർശിയും എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാൻ കഴിയാത്ത കടപ്പാടുകളോടുകൂടി ഓർക്കുന്ന ആദരണീയനായ കർത്തദാസൻ പാസ്റ്റർ KK ചെറിയാൻ അവരും അദ്ദേഹത്തിൻ്റെ സ്നേഹവും കരുതലും എൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭ നാളുകളിൽ വലിയ കരുത്തും കരുതലുമായിരുന്നു. എൻ്റെ 20ാമത്തെ വയസ്സിൽ 19 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ IPCയുടെ ഒരു സഭാ ശുശ്രൂഷകനായി മാറുവാനായിട്ട് ദൈവമിടയാക്കി. കഴിഞ്ഞ 19 വർഷം റാന്നിയുടെ ഹൃദയഭാഗത്ത് ഇന്ത്യൻ പെന്തക്കോസ്ത് സഭയുടെ ശുശ്രൂഷയിൽ സ്ഥലം സഭയുടെ ശുശ്രൂഷയിൽ തുടരുന്നു. ഞങ്ങൾക്ക് അവിടെ 76ഓളം കുടുംബങ്ങൾ ദൈവത്തെ ആരാധിപ്പാനായി കടന്നു വരുന്നു. എന്നെയും എൻ്റെ ശുശ്രൂഷയും ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഓർപ്പിക്കുന്നു. ഈ ആഴ്ച ഈ കോൺഫറൻസ് കഴിഞ്ഞ് അടുത്തയാഴ്ച ന്യൂജേഴ്സിയിൽ നടക്കുന്ന ചർച്ച് ഓഫ് ഗോഡിൻ്റെ കൺവെൻഷൻ കഴിഞ്ഞ് അതിൻ്റെ പിറ്റേയാഴ്ച IPC ഫാമിലി കോൺഫറൻസും അതേ തുടർന്ന് ഡാലസിൽ നടക്കുന്ന PMG കോൺഫറൻസും കഴിഞ്ഞ് ഉടനെ തന്നെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കണം പ്രാർത്ഥിക്കുന്ന എൻ്റെ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരുടെയും കർത്തൃദാസന്മാരുടെയും പ്രാർത്ഥനയും കരുതലും ആത്മീയ ശുശ്രൂഷയും നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. കാര്യങ്ങൾ ഉയർത്തി നമുക്കൊന്ന് ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഈ യോഗത്തിൽ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ സ്തോത്ര സ്വരങ്ങളോടെ ദൈവസന്നിധാനത്തിലായിരിക്കണം. നട്ടുച്ച നേരത്ത് പുറത്തോട്ടിറങ്ങി കത്തി നിൽക്കുന്ന സൂര്യനിലേക്ക് കണ്ണ് തുറന്ന് ഒന്ന് നോക്കിയിട്ട് വേഗം മുറിക്കകത്തോട്ട് കയറി വീട്ടിലെ സിറ്റ് ഔട്ടിലെ ഷോക്കേസിൽ വെച്ചിരിക്കുന്ന ആ ഉപകരണങ്ങളിലേക്ക് സംവിധാനങ്ങളിലേക്ക് നിങ്ങളൊന്ന് കണ്ണ് നട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസം ഒരു മഞ്ഞളിപ്പായിരിക്കും. എന്താണ് ഈ കണ്ണിൻ്റെ മാറ്റത്തിന് കാരണം? വേഗം പുറത്തിറങ്ങി നട്ടുച്ച നേരത്ത് ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെ റെറ്റിന തുറന്നു നോക്കിയതിന് ശേഷം അകത്തോട്ട് കയറി ഷോക്കേസിലിരിക്കുന്ന സൗന്ദര്യമുള്ള വസ്തുക്കളിലേക്ക് കണ്ണുറപ്പിച്ചാൽ ആ വസ്തുക്കൾ കാണാൻ കഴിയാത്ത ഒരു മഞ്ഞ വലയം അവിടെ കാണും. അതിൻ്റെ കാര്യമെന്തെന്നറിയാമോ? വർദ്ധിച്ച പ്രകാശം കണ്ണിനുള്ളിൽ കടന്നാൽ അതിൽ താഴെയുള്ള പ്രകാശത്തിലുള്ളതിനെ അല്പസമയത്തേക്ക് കാണാനുള്ള കഴിവ് ഈ കണ്ണിനില്ല. ഞാനൊരു വസ്തുത സൂചിപ്പിക്കാനാണ് പറഞ്ഞത്. ഈ മണ്ണിൻ്റെ സൗന്ദര്യത്തെക്കാൾ നിത്യതയെ വലുതായി കാണത്തക്ക വിധം സ്വർഗീയ പ്രകാശം പ്രിയപ്പെട്ടവരുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്ന രംഗമാണ് അമേരിക്കയിൽ നടക്കുന്ന കോൺഫറൻസുകൾ. അത് നടക്കുന്നത് വിജയകരമാകാതിരിക്കത്തക്ക വിധം ഇരുട്ടിൻ്റെ ശക്തികൾ, നരകീയ ആധിപത്യങ്ങൾ മുഴുവനത്തോടെ എഴുന്നേൽക്കുന്ന ഈ കാലഘട്ടത്തിൽ കോൺഫറൻസുകളുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപറ്റം സഹോദരങ്ങൾ എഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രത്യേക ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഞാൻ ഇന്ന് രാത്രിയിൽ സ്വാഗതം ചെയ്യുകയാണ്. 2 വേദഭാഗങ്ങൾ വായിച്ചുകൊണ്ട്
ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു സന്ദേശം ഇന്ന് രാത്രിയിൽ പങ്കുവെച്ച് എനിക്ക് ലഭ്യമായ സമയത്തിനുള്ളിൽ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാനായി ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 16-ാമത് വാക്യവും, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 16-ാമത് വാക്യവും 11-ാം അധ്യായത്തിൻ്റെ 29-ാമത് വാക്യവും ശബ്ദമുയർത്തി ആരെങ്കിലും സ്ഫുടമായി വായിച്ച് സഹായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 16-ാം വാക്യം 11-29. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? മതിയല്ലോ. 29-ാമത്തെ വാക്യം 11-29. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. നമുക്ക് തലകളെ ഉണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കും. എല്ലാ ഹൃദയങ്ങളും ദൈവത്തിലേക്ക് ഉയരട്ടെ, എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും ആ വലത് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രിയിൽ ഒരു ദിവ്യാനുഗ്രഹം നമ്മുടെ ശിരസിന്മേൽ സ്വർഗത്തിന്റെ ദിവ്യ ഭണ്ഡാരം തുറന്ന് കർത്താവ് പകരേണ്ടതിന് ശബ്ദമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ നാവുകളിലും പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരുടെ ആ തലങ്ങളിൽ പ്രാർത്ഥനയുടെ ശബ്ദം നിരന്തരമായി ദൈവസിംഹാസനത്തിലേക്ക് ഉയരട്ടെ. ഇന്ന് രാത്രി ഒരു സാധാരണ രാത്രിയല്ല. ദൈവാത്മാവ് ചില വ്യക്തികളെ പണിയുവാൻ ആഗ്രഹിക്കുന്ന രാത്രിയാണ്. ഇരുട്ടിന്റെ ശക്തികൾ ഉയർത്തി നിർത്തിയിരിക്കുന്നതിന് മതിൽക്കെട്ടുകൾക്ക് നേരെ ദൈവാരാധനയുടെ കാഹളം ഈ രാത്രി ജീവൻ പ്രാപിച്ച ദൈവമക്കൾ നീട്ടി ഊതുന്ന രാത്രിയാണ്. കർത്താവിന്റെ കരം ചില വ്യക്തികളെ തൊടട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയനാഥ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. ഈ ജനത്തോട് അങ്ങ് മനസ്സറിയണമേ. അവിടുന്ന് ഈ ജനത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇന്ന് രാത്രിയിൽ ഈ ജനത്തിന് മുൻപിൽ പറയേണ്ടതിന് പരിശുദ്ധാത്മാവിന്റെ വിശിഷ്ട നിയോഗം ബലഹീനനും അപ്രാപ്തനുമായ എളിയവന്റെ മേൽ പകരണമേ. ഈ ജനത്തെ ദൈവശബ്ദം ഇന്ന് രാത്രിയിൽ കേൾപ്പിച്ച് എഴുന്നേൽപ്പിക്കുന്ന രാത്രിയാക്കണമേ. അങ്ങേ പ്രതിനിധീകരിപ്പാൻ ബലഹീനായ എളിയവന് കൃപ പകരണമേ. യേശുവിൻ നാമത്തിൽ തന്നെ വളരെ ഏകാഗ്രതയോടെ തികച്ചും പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. വളരെ ശ്രദ്ധേയമായ ഒരു തീമിന്റെ കീഴിൽ നിന്നുകൊണ്ട് അതിന്റെ വിവിധ വശങ്ങൾ, ചില ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു വരികയായിരുന്നു. ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്ത ഭാഗമൊന്നും പ്രസംഗിക്കാൻ അവസരം ഉണ്ടാകാത്ത വിധത്തിൽ വളരെ ചുരുക്കം സമയം കൊണ്ട് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു എന്നുള്ളത് ദൈവത്തിന് സ്തോത്രം, സന്തോഷകരമാണ്. എങ്കിൽ തന്നെയും അനുഗ്രഹീതമായ ആത്മീയ ശുശ്രൂഷകളാണ് ഓരോ സ്റ്റെപ്പുകളിലും സമയത്തിന്റെ പരിമിതി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നടക്കുവാനായിട്ടിടയായത്. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഇതിൽ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുകയും ചെയ്യുന്നു എന്ന് ധന്യനായ പൗലോസ് കുറച്ച് വാക്കുകൾ. ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുക, യേശു ക്രിസ്തുവിൽ നിങ്ങളെ തികഞ്ഞവരാക്കുക. അതിന്റെ 1-ാം ഭാഗം 1-2 കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളും ചിന്തിച്ചു വരികയായിരുന്നു. ഓർക്കുക, ഇന്ന് രാത്രിയിൽ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗത്തേക്ക് നിങ്ങളുടെ ചിന്തയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കണ്ണുകൾക്ക് കാണുവാൻ കഴിയാത്ത, നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത, നമ്മുടെ മാംസ കണ്ണുകൾക്ക് അളന്നു കുറിക്കുവാൻ കഴിയാത്ത ഒരാദൃശ്യ ലോകം ഇതിന്റെ പുറകിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ ഇവിടെയുണ്ട്. പൗലോസ് പറയുന്നു, ഞങ്ങൾ കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രയും നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കണ്ണുകൾക്ക് കാണുവാൻ കഴിയുന്നതിനപ്പുറത്ത് കാണാത്ത ഒരു ലോകം യാഥാർത്ഥ്യമാണ്. ഒരിക്കലെങ്കിലും എക്സ്റേ എടുക്കാൻ, എക്സ്റേ ബെഡിൽ കിടന്നിട്ടുള്ളവരല്ലേ നിങ്ങൾ? മാംസപേശികളെ തുളച്ചു കയറി അസ്ഥികളുടെ ഉൾചിത്രം എടുക്കുന്ന എക്സ്റേ റൈസുകൾ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിലും അതിനെ ആസ്തിക്യം നിഷേധിക്കുവാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ടിവിയുടെ റിമോട്ട് കൺട്രോൾ, അത് കണ്ണിന് നേരെ നിർത്തി അമർത്തി നമുക്ക് അതിൽ നിന്ന് പുറപ്പെടുന്ന ഇൻഫ്രാറെഡ് റൈസുകൾ നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് നമുക്ക് കാണുവാൻ കഴിയുമോ? ഒരിക്കലും കാണാൻ കഴിയുകയില്ല. പക്ഷേ അതിന്റെ യാഥാർത്ഥ്യത്തെ നിഷേധിക്കാൻ നമുക്ക് സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. അൾട്രാ വയലറ്റ് റൈസുകളാകട്ടെ, ഇൻഫ്രാറെഡ് റൈസുകളാകട്ടെ, എക്സ്റേ റൈസുകളാകട്ടെ, നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയത്തില്ലെങ്കിലും നമുക്കതിന്റെ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ കഴിയുന്നത് പോലെ നമ്മുടെ കണ്ണുകൾക്ക് കാണുവാൻ കഴിയാത്ത ഒരാത്മലോകം ഇത്
ഇതിന്റെ പുറകിലുണ്ട്. അത് മനസ്സിലാക്കുന്ന ദൈവമക്കൾ ആത്മാർത്ഥമായി തിരിച്ചറിയുന്നു, ഞാൻ കളിക്കളത്തിലല്ല, ഞാൻ പോർക്കളത്തിലാണ്. അത് വിശ്വസിക്കുന്നവർ കരങ്ങളൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഞാൻ കളിക്കളത്തിലല്ല, ഞാൻ മുലക്കളത്തിലാണ്. എന്റെ പ്രതിയോഗി എന്നേക്കാൾ പ്രബലനാണ്. എന്താണ് പോരാട്ടം? എതിരാളിയെ തറപറ്റിക്കുന്നത് വരെ ഏർപ്പെട്ടിരിക്കുന്ന മല്ലയുദ്ധം, അതാണ് പോരാട്ടം. നിന്റെ ദൈവകൃപയെ തറപറ്റിക്കുന്നത് വരെ, നിന്റെ അഭിഷേകത്തെ തറപറ്റിക്കുന്നത് വരെ, നിന്റെ താലന്തുകളെ തറപറ്റിക്കുന്നത് വരെ, നിന്റെ വാഗ്ദത്വത്തെ തറപറ്റിക്കുന്നത് വരെ, നിനക്കെതിരെ നിന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത ഒരു അദൃശ്യ മണ്ഡലം യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്ക് ആത്മീയ പോരാട്ടം ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയുകയില്ല. ഒരു തിരികല്ലിനകത്ത് ഗോതമ്പ് മണി 2 കല്ലുകൾ ഒരുമിച്ച് ഉരയുന്ന വേളയിൽ ഇടയ്ക്ക് കയറി അരഞ്ഞു മാറുന്നത് പോലെ നിന്റെ ദൈവിക കൃപയെയും നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയെയും തകർത്ത് കളയേണ്ടതിന് നിരന്തരം മർദ്ദം ചെലുത്തുന്ന ഒരു അദൃശ്യ ശക്തി ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്നുണ്ട്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ പോരാട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നവരല്ല, അവർ ആത്മീയ പോർക്കളത്തിൽ തന്നെയാണ്. സ്തോത്രം. ഇവിടെ ശ്രദ്ധേയമായ 2 പദങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് ആ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ധന്യനായ പൗലോസ്ലീഹ കർത്തൃമേശയിലെ പരിപാവനത്വത്തെ സംബന്ധിച്ച് ഓർപ്പിച്ചു വരുമ്പോൾ വിശുദ്ധ മേശയെ കുറിച്ച് പറയുന്ന ഒരു പ്രയോഗം, അതിന്റെ 1-ാമത്തെ ഭാഗത്ത് പറയുന്നു, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം. അവിടെ നിന്നൊരു പദം ഞാൻ ക്ലിപ്പ് ചെയ്യട്ടെ. അനുഗ്രഹം, ബ്ലസ്സിംഗ്, അനുഗ്രഹം, അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം. ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ അനുഗ്രഹം? അതിന്റെ 11-29 വാക്യത്തിലേക്ക് വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അയോഗ്യമായി ഈ അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു, കണ്ടംനേഷൻ, ശിക്ഷാവിധി. 2 പദങ്ങളിലേക്ക് ഈ സമാപന രാത്രിയിൽ നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. 1-ാമത്തെ പദം അനുഗ്രഹം, 2-ാമത്തെ പദം ശിക്ഷാവിധി. ഒരിക്കൽ കൂടെ ഞാനൊന്ന് ആവർത്തിക്കട്ടെ. ഒന്ന് അനുഗ്രഹം, മറ്റൊന്ന് ശിക്ഷാവിധി. ഇതാ വിശുദ്ധ മേശയുടെ പുറകിൽ ഈ 2 വിധ ശക്തികൾ വ്യാപരിക്കുന്നു എന്ന് പൗലോസ് സ്ഥാപിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, കർത്തൃമേശയിൽ ഉപയോഗിക്കുന്ന അപ്പവീഞ്ഞുകളാകുന്ന ദൃശ്യ വസ്തുക്കളുടെ പുറകിൽ ഈ അദൃശ്യ ശക്തികൾ വ്യാപരിക്കുന്നുണ്ടോ? ബേക്കറിയിൽ ഉണ്ടാക്കിയ ബ്രെഡും മുന്തിരിച്ചാറും മേശപ്പുറത്ത് പ്രാർത്ഥനയോടുകൂടെ ദൈവജനത്തിന് നടുവിൽ വിതരണം ചെയ്യുമ്പോൾ ഈ ബ്രെഡിന്റെയും മുന്തിരിച്ചാറിന്റെയും പുറകിൽ അനുഗ്രഹത്തിന്റെയും ശിക്ഷാവിധിയുടെയും ശക്തികൾ വ്യാപരിക്കുന്നുണ്ടോ? സഭയ്ക്കകത്ത് ആത്മീയ ആരാധനയുടെ പുറകിൽ അനുഗ്രഹത്തിന്റെയും ശിക്ഷാവിധിയുടെയും ശക്തികൾ വ്യാപരിക്കുന്നുണ്ടോ? അതും ശിക്ഷാവിധി എവിടെ കൊണ്ടെത്തിക്കും? എഴുതിയിരിക്കുന്നത് ആ വ്യക്തിയെ അഥവാ അയോഗ്യമായി കൈനീട്ടുന്ന വ്യക്തിയെ സെമിത്തേരിയിൽ കൊണ്ടെത്തിക്കത്തക്ക വിധം, സെമിറ്ററി സ്ലീപ്പ് നൽകത്തക്ക വിധം വ്യക്തിയുടെ ശരീരത്തിന്മേൽ ആധിപത്യം പുലർത്തത്തക്ക ദൈവശിക്ഷയായി സഭയ്ക്കകത്ത് ആശക്തി വ്യാപരിക്കുന്നു. കോഴി ഇറച്ചി നല്ലതാണ്, പക്ഷേ മഞ്ഞപ്പിത്തം ബാധിച്ചവൻ കോഴി ഇറച്ചി തിന്നാൽ എങ്ങനെ ഇരിക്കും? അതോടെ അവന്റെ കാര്യം പോക്കാം. മഞ്ഞപ്പിത്തം ബാധിച്ചവന് കോഴി ഇറച്ചി മരണത്തിന്റെ വിഷവസ്തുവാണ്. എന്നാൽ ആരോഗ്യമുള്ളവന്റെ ശരീരത്തിൽ അത് ആരോഗ്യ വസ്തുവാണ്. ഒരേ വസ്തു 2 തരത്തിൽ പ്രവർത്തിക്കുന്നത് പോലെ ഇതാ അനുഗ്രഹത്തിന്റെയും ശിക്ഷാവിധിയുടെയും ശക്തി സഭയ്ക്കകത്ത് വ്യാപരിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, ദൃശ്യ വസ്തുക്കളുടെ പുറകിൽ അദൃശ്യ ശക്തി വ്യാപരിക്കുന്നുണ്ടോ? ദൃശ്യമായി കാണാൻ കഴിയുന്ന വസ്തുക്കളുടെ പുറകിൽ അദൃശ്യ ശക്തി വ്യാപരിക്കുന്നുണ്ടോ? പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ഭർത്താവിനോട് അവിശ്വസ്തത കാണിച്ച ഭാര്യയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ട്. അവളെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നിട്ട് യാഗപീഠത്തിന്റെ ചാരം കലർത്തിയ ഉറവു വെള്ളത്തെ അവളുടെ മുൻപിൽ പ്രതിജ്ഞയോടെ കുടിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവൾ അവിശ്വസ്തയെങ്കിൽ ഉദരം തീർത്ത് നിതംബം ക്ഷയിച്ചു മരിക്കുന്നു. എന്നാൽ അവൾ വിശ്വസ്തയെങ്കിൽ അവൾക്ക് ഒരു ദോഷവും ഭവിക്കാതിരിക്കുന്നു. മൺപാത്രത്തിൽ തയ്യാറാക്കിയ ഈ ചാരമിശ്രിത വെള്ളത്തിന് എന്താ ശക്തി? അതിന് പ്രത്യേക ശക്തിയൊന്നുമില്ല. പക്ഷേ പ്രതിജ്ഞാവാചകത്തോടുകൂടെ അവൾ അത് പാനം ചെയ്യുമ്പോൾ അവളുടെ ശരീരത്തിലേക്ക്
ഈ ശക്തി ശിക്ഷാവിധിയായി വ്യാപരിക്കുന്നു. അപ്പോൾ ഈ ചാരമിശ്രിതത്തിന്റെ പുറകിൽ ഇതാ ഒരു ശിക്ഷാവിധിയുടെ ശക്തി വ്യാപരിക്കുന്നു. പഴയ നിയമത്തിൽ അഭിഷേക തൈലത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന ചില പരാമർശനങ്ങളുണ്ട്. സുഗന്ധവർഗവും ഒലിവെണ്ണയും ഗുൽഗുലുവും ഒക്കെ ചേർത്ത് തൈലക്കാരന്റെ വിദ്യപ്രകാരം അത് ഉണ്ടാക്കണം. അശുദ്ധമായത് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്ക് ശിക്ഷാവിധി. എന്നാൽ യോഗ്യമായത് കൈകാര്യം ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് എഴുതിയിരിക്കുന്നത്, അപ്പോൾ ശമൂവേൽ തൈലപ്പം എടുത്ത് സഹോദരന്മാർക്ക് നടുവിൽ വെച്ച് ദാവീദിനെ അഭിഷേകം ചെയ്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. നോക്കുക, ആ തൈലത്തിന്റെ തുള്ളികൾ ദാവീദിന്റെ ശിരസിലേക്ക് ഒഴുകി വീണപ്പോൾ അവന്റെ ശരീരത്തിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടി ഒരു ശക്തി പുറകിൽ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ ദൃശ്യ വസ്തുവിന്റെ പുറകിൽ ഒരു അദൃശ്യ ശക്തി വ്യാപരിക്കുന്നു. ബേക്കറിയിൽ ഉണ്ടാക്കിയ ബ്രെഡും മുന്തിരിച്ചാറുമാണെങ്കിലും പ്രാർത്ഥനയോടെ ഒരു കർത്തൃദാസൻ ദൈവസന്നിധിയിൽ അത് സമർപ്പിച്ചുകൊണ്ട് ദൈവജനം ഒരുമിച്ചത് കൈനീട്ടി പങ്കാളികളാകുമ്പോൾ വിശുദ്ധിയോടെ കർത്താവിന്റെ മേശയിൽ കൈനീട്ടുന്ന വ്യക്തിക്ക് അത് അനുഗ്രഹമായി വ്യാപരിക്കുമ്പോൾ അശുദ്ധിയോടെ അത് കൈനീട്ടുന്ന വ്യക്തിക്ക് അത് ശിക്ഷാവിധിയായി വ്യാപരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു വസ്തുത നിങ്ങൾ അംഗീകരിച്ചാലും അവഗണിച്ചാലും, നിങ്ങൾ എതിർത്താലും എതിരേറ്റാലും, തുറന്ന് ഞാൻ പറയുന്നു, നമ്മുടെ ജീവിതത്തിന്റെ പുറകിൽ രണ്ട് വിധ ശക്തികൾ വ്യാപരിക്കുന്നു. ഒന്ന് അനുഗ്രഹത്തിന്റെ ശക്തി, മറ്റൊന്ന് ശിക്ഷാവിധിയുടെ ശക്തി. അനുഗ്രഹത്തിന്റെ ശക്തി നമ്മിലേക്ക് കടന്നു വരാം. എന്താണ് അനുഗ്രഹം? കോടികൾ ബാങ്കിൽ ബാലൻസ് ഉണ്ടാകുന്നതല്ല അനുഗ്രഹം. ശരീരം നൂറ്റാണ്ടുകൾ നിൽക്കത്തക്ക വിധം അരോഗാത്രമായി തുടരുന്നതല്ല അനുഗ്രഹം. അനുദിന ജീവിതത്തിൽ സമാധാനം നിറയുകയും ആവശ്യങ്ങളിൽ പര്യാപ്തത വെളിപ്പെടുകയും ചെയ്യുന്ന ഒരു ദൈവിക സമാധാനം അനുഭവിക്കുന്ന ദൈവവേദന ഇവിടെ ഉണ്ടെങ്കിൽ നീ അനുഗ്രഹത്തിന് നിഴലിലാണ്. ശോശാമ്മ, മറിയാമ്മ, രണ്ട് സഹോദരിമാരെ ഒരു വീട്ടിൽ നിന്നും രണ്ട് വീടുകളിലേക്ക് കെട്ടിച്ചയച്ചു. ശോശാമ്മയെ വിവാഹം കഴിപ്പിച്ചയച്ച വീട് അകത്തും പുറത്തും ജോലിക്കാരും പണവും പ്രതാപവും പത്രാസും നാട്ടിൽ രാഷ്ട്രീയ സ്വാധീനവും ഒക്കെയുള്ള വീടാണ്. എന്നാൽ മറിയാമ്മയെ കല്യാണം കഴിപ്പിച്ച വീട് അന്നന്നത്തെ അധ്വാനം കൊണ്ട്, ഡ്രൈവറായ ഭർത്താവിന്റെ അന്നന്നത്തെ അധ്വാനം കൊണ്ട് മാത്രം ഉപജീവനം കഴിക്കാവുന്ന വീട്. ചില വർഷങ്ങൾക്ക് ശേഷം ഒരു കർത്തൃദാസൻ ഈ രണ്ട് വീടുകളും സന്ദർശിക്കുകയായിരുന്നു. ശോശാമ്മയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അകത്തും പുറത്തും ജോലിക്കാരും ബഹുനില ബംഗ്ലാവും സംവിധാനങ്ങളെല്ലാമുള്ള മനോഹരമായ വീട്ടിലൂടെ കയറി ചെന്ന് പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റപ്പോൾ ആ സഹോദരിയുടെ കണ്ണുകൾ നനഞ്ഞൊഴുകുകയാണ്. എന്തോ പറ്റി ശോശാമ്മേ എന്ന് ചോദിച്ചപ്പോ ആ ദൈവദാസനോട് അവൾ പറഞ്ഞു, പാസ്റ്ററെ, എന്തെല്ലാം ഉണ്ടേ, എന്താ സമാധാനമില്ലല്ലോ. ഇതേ ദൈവദാസൻ മറിയാമ്മയുടെ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ അലക്കുകല്ലിന്റെ അടുക്കൽ നിന്ന് ഈ സഹോദരി മുറിക്കകത്തോട് ഓടിക്കയറി ചെന്നത്. ദൈവദാസനെ പുറത്ത് നിർത്തിയതിനു ശേഷമാണ് അവൾ ചൂലുമായി വീടിന്റെ മുറ്റവും സിറ്റൗട്ട് ക്ലീൻ ചെയ്തത്. എന്തിനേറെ, ആ ദൈവദാസൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ സഹോദരിയുടെ മുഖത്ത് സന്തോഷം പെടുകയാണ്, സ്തോത്രമുയരുകയാണ്. എങ്ങനെയുണ്ട് മറിയാമ്മേ കുടുംബജീവിതം എന്ന് ചോദിച്ചപ്പോൾ അവൾ പറയുന്നു, പാസ്റ്ററെ, ഒന്നുമില്ലെങ്കിൽ എന്താ സമാധാനമുണ്ടല്ലോ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നീ നിന്റെ കുടുംബത്തോടൊപ്പം സാത്താന്റെ പിടിയിലാണോ അനുഗ്രഹത്തിന്റെ നിറവിലാണോ എന്ന് തിരിച്ചറിയുന്ന രാത്രിയായി രാത്രി തീരണം. കുടുംബത്തിന്റെ പുറകിൽ ഈ രണ്ട് ശക്തികൾ ഒരുപോലെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു, അനുഗ്രഹത്തിന്റെയും ശിക്ഷാവിധിയുടെയും ശക്തികൾ. ഇവിടെ അനുഗ്രഹത്തിന്റെ നിറവിലേക്ക് നാം ആയിത്തീരാൻ എന്താണ് ചെയ്യേണ്ടത്? ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിയാൻ എന്താണ് ചെയ്യേണ്ടത്? അതിൽ 1, 2, 3, 4 എന്നൊക്കെ വിട്ട് ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം. എന്താണ് ഒരു വ്യക്തിയെ അനുഗ്രഹത്തിലേക്ക് ദൈവാത്മാവ് ക്ഷണിക്കുന്നത്? ഒന്ന്, ദൈവം വെച്ച അധികാര സ്ഥാനത്തോട് ബന്ധപ്പെട്ട് നിന്റെ നിലപാട് നീ സൂക്ഷിക്കുക. 2, ദൈവത്തിൻ്റെത് അപഹരിക്കൽ, മോഷണം, കള്ളസത്യം ഇവ നിന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കാതെ വരുമാന മാർഗങ്ങൾ മുതൽ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ വരെ വിശുദ്ധിയുടെ അതിർത്തികളിൽ സൂക്ഷിക്കുക. 3, വിശുദ്ധമല്ലാത്ത സെക്ഷൽ റിലേഷൻഷിപ്പുകൾ വിധി വിളിച്ചു വരുത്തും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബോധപൂർവം എല്ലാ നിലകളിലും അതിൽ നിന്ന് നീയും നിന്റെ കുടുംബവും ഒഴിവ് പാലിക്കുക. 4, അന്യ ദൈവങ്ങളോടുള്ള ബന്ധം ഭാവി ഫലങ്ങൾ അറിയുന്നതിൽ പോലും അവർ
വിശുദ്ധിക്കായി ഒഴിഞ്ഞു നിൽക്കുക. ഞാൻ ഇന്ന് രാത്രി ഈ 3-4 കൂട്ടം കാര്യങ്ങൾ ഒന്ന് വിലയിരുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഓർക്കുക, ഒരു വ്യക്തിയുടെ കുടുംബത്തിന്റെ ഭാഗത്തേക്ക് പ്രവേശിക്കുന്ന ഈ 2 വിധ ഘടകങ്ങളെ നാം ഇന്ന് രാത്രിയിൽ ശ്രദ്ധേയമായി തിരിച്ചറിയാൻ വേണ്ടി മതിയാകുകയുള്ളൂ. ഒരു കുടുംബം അനുഗ്രഹത്തിന്റെ നിഴലിലാകാൻ ആഗ്രഹിക്കുന്നു, ഒരു കുടുംബം ശിക്ഷാവിധിയുടെ നിഴലിലാണോ? ഇത് നിങ്ങൾ തിരിച്ചറിയണമെങ്കിൽ ഒന്ന്, നിങ്ങളുടെ കുടുംബത്തെ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ആത്മാർത്ഥമായി വിലയിരുത്തണം. എത്രയോ കുടുംബങ്ങൾ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുകയാണെന്ന് അറിയാമോ? പല കുടുംബങ്ങളുടെയും പോക്ക് അപകടത്തിന്റെ പാതയിലേക്കാണ്. ഏറെ അപകടത്തിന്റെ പാതയിലേക്കാണ് പല കുടുംബങ്ങളുടെയും പോക്ക്. വിശുദ്ധമല്ലാത്ത തരത്തിൽ വിധിയുടെ അതിർത്തികൾക്കകത്തേക്ക് പല കുടുംബങ്ങളും ആഴത്തിൽ കൈവിടപ്പെട്ടു പോവുകയാണ്. പാശ്ചാത്യ സംസ്കാരത്തിൽ ഒരർത്ഥത്തിൽ നമുക്ക് നഷ്ടമാകുന്നത് എവിടെയെന്ന് ഉറക്കെ ചിന്തിച്ചാൽ ഇവിടെ നഷ്ടമാകുന്നത് കുടുംബങ്ങളാണ്. അന്ധകാര ശക്തികൾ അവനെ മുഴുവനത്തോടെ ആധിപത്യം പുലർത്തുന്ന മേഖലയും കുടുംബത്തിന്റെ മേഖല തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ ശുശ്രൂഷ ഉപസംഹരിക്കുന്നതിന് മുൻപ് നിങ്ങളോട് വ്യക്തിപരമായി ദൈവാത്മാവ് ആ തലത്തിൽ ഇടപെടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സമർപ്പണത്തിലേക്ക് ദൈവാത്മാവ് വ്യക്തികളെ ക്ഷണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം വെച്ച അധികാര സ്ഥാനത്തോട് ബന്ധപ്പെട്ട് നിന്റെ നിലപാട് നീ പുലർത്തുക. വിശുദ്ധ വേദ പുസ്തകത്തിൽ അനുഗ്രഹത്തിന്റെ നിഴലിലേക്ക് വരേണ്ടതിന് ഞാൻ നിങ്ങളെ ആദ്യം ക്ഷണിക്കുന്നു. ദൈവം വെച്ച അധികാര സ്ഥാനത്തോട് ബന്ധപ്പെട്ട് നിന്റെ നിലപാട് നീ പുലർത്തുക. ദൈവം ഈ ഭൂമിയിൽ അധികാര സ്ഥാനങ്ങൾ വെച്ചിരിക്കുന്നു. വിശുദ്ധ തിരുവെഴുത്ത് അതിനെക്കുറിച്ച് എന്താണ് ഓർപ്പിക്കുന്നത്? 2 തൂണുകളിലാണ് സമൂഹത്തെയും സഭയെയും കുടുംബങ്ങളെയും ദൈവം സ്ഥാപിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ തൂണ് അധികാരം നടത്തുക, രണ്ടാമത്തെ തൂണ് വിധേയപ്പെടുക. ഈ 2 തൂണുകളിൽ ഒന്ന് തകർന്നാൽ ആ കുടുംബം തകർച്ചയുടെ പാതയിലായിരിക്കും, ആ വ്യക്തികൾ തകർച്ചയുടെ പാതയിലായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഒന്ന് അധികാരം നടത്തുക, മറ്റൊന്ന് കീഴടങ്ങിയിരിക്കുക. നമുക്കറിയാം, മാനവകുലത്തിൽ സകലവിധ ദുരന്തങ്ങളോടുകൂടെ അതിന്റെ വിധി വിളിച്ചു വരുത്തിയ സംഭവം ഏദൻ പർദീസയിലെ പാപമായിരുന്നു. ആ ഏദനിലെ പാപം ഏത് പാപമായിരുന്നു നിങ്ങൾക്കറിയാമോ? ആ പാപം അധികാരത്തിന്മേലുള്ള കൈകടത്തലായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഒരമ്മ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എന്റെ ഇളയ മോനെ വിവാഹം കഴിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പോ എന്റെ മരുമകൾ എനിക്കൊരു മകളായി തന്നെ ആകും എന്നാണ് ഞാൻ വിചാരിച്ചത്. ദിവസങ്ങൾ മുൻപോട്ട് പോയതോടെ എന്റെ മോന്റെ സ്വഭാവത്തിന് വളരെ മാറ്റം വന്നു. സ്റ്റെയർ കേസിന് മുകളിലുള്ള ഭാഗത്ത് മുറിയിൽ ഞാൻ ഇരിക്കുമ്പോൾ അന്നൊരിക്കൽ കരിച്ചു തുള്ളി കോപാക്രാന്തനായി എന്റെ മകൻ മുകളിൽ ഓടിക്കയറി വന്നു. എന്നിട്ട് എന്റെ കഴുത്തിന് കയറി പിടിച്ചു. എന്റെ നാക്ക് 1-2 അങ്കുലം പുറത്തേക്ക് തള്ളി. ആ സമയം എന്നോട് എന്റെ മകൻ പറയുകയാണ്, എന്നേ തള്ളേ, ഞാനും എന്റെ ഭാര്യയും പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് ഇവിടെ കഴിഞ്ഞുകൊള്ളണം. എന്റെ ഭാര്യ പറയുന്നതിൽ നിന്നും നിങ്ങൾ അവിടെ അപ്പുറം മാറാൻ പാടില്ല. അല്ലെങ്കിലേ ഈ ഗ്രിൽഡോറിലൂടെ നിങ്ങളെ ഞാൻ എടുത്ത് പുറത്തേക്ക് എറിയും. വല്ല വണ്ടിയും നിങ്ങളുടെ മുകളിലൂടെ കയറിയിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞിട്ട് കണ്ണുനീർ തുടച്ചുകൊണ്ട് അമ്മ പറയുക, നല്ല കുഞ്ഞാണ് കേട്ടോ. അന്നേരത്തെ കോപത്തിലെന്ന് പറഞ്ഞതേ ഉള്ളൂ. കണ്ടോ, കഴുത്തിന് കയറി പിടിച്ച് നാക്ക് പുറത്ത് ചാടിച്ചിട്ടും അമ്മ പറയുക നല്ല കുഞ്ഞാണ്. എന്തായാലും വേണ്ടില്ല, എനിക്ക് ആ ഒരു പേരും ഒക്കെ പറഞ്ഞാൽ നിങ്ങൾ ചിലർക്ക് മനസ്സിലാകുമെന്നുള്ളതുകൊണ്ട് ഞാൻ ഗോപ്യമായി പറയുക. സ്തോത്രം. അതിനുശേഷം അന്ന് 1 വർഷം തികയുന്നതിന് മുൻപ് ഒരു ബ്രെയിൻ സ്ട്രോക്കിൽ ആ മാതാവ് ലോകത്തോട് യാത്ര പറഞ്ഞു. എന്നാൽ ആ ഡിസംബർ 31 തിരുവനന്തപുരത്ത് നിന്നും നാട്ടിലേക്ക് വരുന്നതിന് താനെടുത്ത പുത്തൻ കാറിൽ ഡ്രൈവറോടൊപ്പം യാത്ര ചെയ്യുന്നതിന് മുൻപ് തന്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, വീട്ടിലൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരാം. എന്താ നിന്റെ ഇഷ്ട ഭക്ഷണമെന്ന് പറ. അങ്ങനെ അവൾക്കുള്ള ഭക്ഷണവും വാങ്ങി അതിവേഗം ഹൈവേയിലൂടെ പാഞ്ഞു വരുമ്പോൾ എതിർവശത്തുകൂടെ പാഞ്ഞെടുത്ത ഒരു ട്രക്കുമായി ഈ വണ്ടി കൂട്ടിയിടിച്ച് ആ വഴിവക്കിൽ ആ ചെറുപ്പക്കാരന്റെ ജഡം അവൻ പറഞ്ഞത് അറപ്പറ്റും പോലെ സംഭവിക്കത്തക്ക വിധം ചിതറി. ആ ഡെഡ് ബോഡി ആ വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഞാൻ അവിടെയുണ്ട്. ആ ചിതറിത്തെറിച്ച മുഖം സ്റ്റിച്ച് ചെയ്ത് അതിന്റെ പുറത്തൊരു കണ്ണാടിയിൽ
അവന്റെ ഫോട്ടോ ഒട്ടിച്ച ഡെഡ് ബോഡിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്നേ തള്ളേ, എന്റെ ഭാര്യയും ഞാനും പറയുന്നത് കേട്ടിവിടെ കഴിഞ്ഞുകൊള്ളണം, അല്ലെങ്കിൽ ഈ ഗില്ലിലൂടെ നിങ്ങളെ എടുത്ത് പുറത്തേക്ക് എറിയും, വല്ല വണ്ടിയും കയറി ഇറങ്ങും എന്ന് പറഞ്ഞ മകന്റെ വാക്കുകൾ പണം പറ്റും പോലെ ഭവിച്ചല്ലോ. എന്റെ മുന്നിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന സുഹൃത്തെ, നമ്മുടെ കുടുംബങ്ങളുടെ പുറകിൽ അനുഗ്രഹത്തിന്റെയും ശിക്ഷാവിധിയുടെയും ശക്തികൾ വ്യാപരിക്കുന്നു എന്ന് നിങ്ങളുടെ കണ്ണുകൾക്ക് കൊണ്ടിന്ന് രാത്രി കാണണം. അത് ഒന്ന്, ദൈവം വെച്ച അധികാര സ്ഥാനത്തുള്ള നിഷേധത്തെ സംബന്ധിച്ചായിരിക്കും. ദൈവം കുടുംബത്തിന് അധികാര സ്ഥാനത്ത് വെച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഒരു മകൻ എന്നോട് പറഞ്ഞു, അപ്പൻ ഇരിക്കേണ്ടിടത്ത് അപ്പനിരുന്നാൽ അപ്പന് കിട്ടേണ്ടത് അപ്പന് കിട്ടും, പട്ടി ഇരിക്കേണ്ടിടത്ത് അപ്പനിരുന്നാൽ പട്ടിക്ക് കിട്ടേണ്ടത് അപ്പന് കിട്ടുമെന്ന്. ബോബനും മോളിയും വന്നമ്മ സൂപ്രണ്ടോന്നല്ല ഞാൻ പറഞ്ഞത്, നേരിട്ട് എന്നോട് പറഞ്ഞ സംഭവമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, എന്റെ മാതാപിതാക്കളോടുള്ള എന്റെ സമീപനം ഇന്ന് ഞാൻ വിതയ്ക്കുന്നതാണ് അതിന്റെ പരിണിത ഫലം നാളെ ഞാൻ കൊയ്യും എന്ന് വിശ്വസിക്കുന്ന എത്ര പേര് രാത്രിയോടെയുണ്ട്? ഈ രാത്രി വളരെ ഗൗരവമായി നിങ്ങൾ ശ്രദ്ധിക്കണം. ചില മിനിറ്റുകൾ എന്നെ നിങ്ങൾ ഗൗരവമായി ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയാമോ, 2 തൂണുകൾ തകർന്നതാണ് സകല കുടുംബങ്ങളുടെയും തകർച്ചയുടെ പുറകിലെ കാരണം. യഥാ മാതാ തഥാ പുത്രി എന്നല്ലേ? അമ്മ തടിവഴിയെങ്കിൽ മക്കൾ ബാക്കി ഇപ്പൊ പറയണ്ട. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ഓർക്കുക, ഏറ്റവും കൂടുതൽ വലിച്ചു കീറപ്പെട്ട വിവാഹമല്ലേ ഡയാനയുടെയും ചാൾസിന്റെയും വിവാഹം. ധോതി എന്ന ചെറുപ്പക്കാരനോടൊപ്പം ഫ്രാൻസിൽ വെച്ച് പപ്പരാസികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കാറിൽ കയറി ഓടുമ്പോൾ വഴിവക്കിൽ പൊരിഞ്ഞ ഡയാനയെ പുകഴ്ത്തുകയും അവരുടെ തെറ്റുകളെ വിശദീകരിക്കുകയും ഒക്കെ ചെയ്ത് ചാൾസിന്റെ സ്വകാര്യ ജീവിതത്തെയും കാമിലാബന്ധത്തെയും ചരിത്രത്തിൽ തുറന്നു കാട്ടാൻ ഒത്തിരി ശ്രമങ്ങൾ നടത്തിയപ്പോൾ നിങ്ങളുടെ വസ്തുത മനസ്സിലാക്കണം. 4 കുഞ്ഞുങ്ങളോടൊപ്പം സമാധാനമായി മാന്യനായ ഭർത്താവുമായി ഒരുമിച്ച് കഴിയുന്ന സമയം കൊച്ചു കുഞ്ഞുങ്ങളെ 4 പേരെയും ഉപേക്ഷിച്ചതിന് ശേഷം ആ ഭർത്താവിന്റെ കൺമുൻപിൽ ഒരു ചെറുപ്പക്കാരനോടൊപ്പം വീട് വിട്ട ഡയാനയുടെ അമ്മയുടെ ചരിത്രം അറിയാവുന്നവർക്കറിയാം. ഇത് വിതച്ചത് കൊയ്യുകയായിരുന്നു. ഒരു വസ്തുത നിങ്ങൾ മറക്കരുത്, നിങ്ങൾ ആരായാലും നിങ്ങളുടെ കുടുംബത്തെ പിന്തുടരുന്ന അനുഗ്രഹ ശിക്ഷാവിധിയുടെ കാര്യങ്ങളുണ്ട്. ഇതിൽ ഒന്നാമത്തെ ഭാഗം ഒരു അധികാര സ്ഥാനത്തിന് കീഴ്പ്പെടും. തിരുവഴുത്തിലേക്ക് നമുക്കൊന്ന് വരാം. 2 ഭാഗങ്ങൾ ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. എഫേസ്യ ലേഖനം 5-4-6 അധ്യായത്തിലെ 1-2 വാക്യം, 5 അധ്യായത്തിന്റെ 22 വാക്യം വേഗം വായിച്ചത്. എഫേസ്യ ലേഖനം 6 അധ്യായത്തിന്റെ 1-2 വാക്യം വായിച്ച. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ, ഒന്ന് അധികാര സ്ഥാനത്തിലേക്ക് നാം വരുന്നു. മാതാപിതാക്കളുടെ മേൽ മക്കളുടെ അധികാരം അല്ല, മക്കളുടെ മേൽ മാതാപിതാക്കളുടെ അധികാരം. ഏതാ? മക്കളുടെ മേൽ മാതാപിതാക്കളുടെ അധികാരം. അടുത്ത വാചകം പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അടിവരയിട്ട് ചിന്തിക്കേണ്ട ഭാഗമാണ്. നിങ്ങളുടെ ദീർഘായുസ്സിനെ അത് ബാധിക്കും. അങ്ങനെയാണെങ്കിൽ ആയുസ്സിനെ ബാധിക്കത്തക്ക വിധം പ്രതികരിക്കാൻ ശേഷിയുള്ളതാണ് നിങ്ങളുടെ ഈ ശിക്ഷാവിധി അനുഗ്രഹത്തിന്റെ ഭാഗം. മക്കളുടെ മേൽ മാതാപിതാക്കളുടെ അധികാരം. ഇനിയും 5-22 വാക്യം, 5-22. ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ഭർത്താവിന് ഭാര്യയുടെ മേലുള്ള അധികാരം. അങ്ങനെയെങ്കിൽ വേദപുസ്തകത്തിൽ ദൈവം അധികാര സ്ഥാനത്തെ വെച്ചിരിക്കുന്നു. മാതാപിതാക്കൾക്ക് മക്കളുടെ മേലുള്ള അധികാരം. 2, ഭർത്താവിന് ഭാര്യയുടെ മേലുള്ള അധികാരം. ഈ അധികാര തലത്തിന്റെ നിഷേധമാണ് മനുഷ്യകുലത്തിലെ മുഴുവൻ തകർച്ചയുടെ അടിസ്ഥാന കാരണം. നിങ്ങൾക്കറിയാമോ, മാനവകുലത്തിലെ സകല ദുരന്തങ്ങളും അതിന്റെ ഭീകരതയോടെ തുടങ്ങിയ സ്ഥലം എവിടെയാണെന്ന് അറിയാമോ? ഏദൻ പർദീസ. ഏദൻ പർദീസയിലെ സത്യത്തിലെ പ്രശ്നം എവിടെയായിരുന്നു? അധികാരത്തോടുള്ള നിഷേധമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, 2 തൂണുകളിലാണ് സമൂഹവും സഭയും രാഷ്ട്രവും എല്ലാം പണിയപ്പെട്ടിരിക്കുന്നത് എന്ന് ഞാൻ ഓർമ്മിച്ചു. ഒന്ന്, അധികാരം നടത്തുന്ന ഒരു കൂട്ടം. 2, വിധേയപ്പെടുന്ന ഒരു കൂട്ടം. പറയാം, രാജ്യത്ത് ജനങ്ങൾ വിധേയപ്പെടുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അധികാരം നടത്തുന്നു. സ്കൂളിൽ വിദ്യാർത്ഥികൾ വിധേയപ്പെടുന്നു. അധ്യാപകർ അധികാരം നടത്തുന്നു. ഓഫീസിൽ ഓഫീസേഴ്സ് അധികാരം നടത്തുന്നു. ചെല്ലുന്നവർ വിധേയപ്പെടുന്നു.
ചർച്ചിൽ പാസ്റ്റർ അധികാരം നടത്തുന്നു, വിശ്വാസികൾ വിധേയപ്പെടുന്നു. തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, നാട്ടുകാരെല്ലാം കൂടെ രാജ്യത്ത് അധികാരം നടത്തിയ എന്തായിരിക്കും രാജ്യത്തിന്റെ നില? അരാജകത്വം. വിദ്യാർത്ഥികളെല്ലാം കൂടെ സ്കൂൾ